രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ നൈസായിട്ട് ഊരിപ്പോരും എന്ന് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അത്തരത്തിൽ ചില കാരണങ്ങളും ചോദ്യങ്ങളുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ DGP യും BJP നേതാവൊക്കെ ആയിട്ടുള്ള TP സെൻകുമാർ. അതായത് വൈദ്യപരിശോധന നടത്തിയിട്ടില്ല, 24 മണിക്കൂറിനകം പരാതി ലഭിച്ചിട്ട് വൈദ്യപരിശോധന നടത്തണം എന്നുള്ളതാണ്. ഇതൊന്നും ചെയ്യാതെ, ഇത്തരത്തിലുള്ള യാതൊരു നടപടിക്രമങ്ങളും ഇല്ലാതെ എങ്ങനെയാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തതെന്നാണ് ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം ചോദിക്കുന്നത്. പുള്ളി ഇപ്പൊ DGP അല്ലല്ലോ, സെൻകുമാർ ex-DGP അല്ലേ, അനുഭവം ഉണ്ടാവുമല്ലോ. ഇപ്പോഴുള്ള DGP യും ബാക്കിയുള്ള ആളുകളും ഈ കാര്യം നോക്കിക്കോളും. ഇതിനു മുമ്പ് സെൻകുമാർ നടത്തിയിട്ടുള്ള പല പ്രസ്താവനകളുണ്ട്. ആ മുഴുവൻ പ്രസ്താവനകളെ കുറിച്ച് ഞാൻ പറയുന്നില്ല, ഇത് നടക്കില്ല. ഒരു ചെറിയ പ്രസ്താവന ഞാൻ പറയാം. കാരണം ഇങ്ങോട്ട് ചൂട് കൂടുതലാണെങ്കിൽ കൊറോണ വരില്ലെന്ന് പറഞ്ഞു. കൊറോണ ചോദിക്കുന്നത് നിയമപരമായിട്ട് അല്ല, താങ്കൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കാനല്ലല്ലോ രതീഷ് ചക്രവാണി ഇവിടെ ഇരിക്കുന്നത്. രതീഷ് ചക്രവാണി ഇരിക്കുന്നത് രതീഷ് ചക്രവാണിയുടെ അഭിപ്രായം അല്ല. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ BJP-യിലേക്ക് പോയതിനു ശേഷം പുള്ളി പറഞ്ഞിട്ടുള്ള മഹാ അബദ്ധങ്ങൾ പലതുകൊണ്ട് ഇത് അബദ്ധമാണെന്നാണ് എന്റെ വിശ്വാസം. കാരണം എന്ന് വെച്ചാൽ കേരള പോലീസ് എന്താ മണ്ടന്മാരാ? അങ്ങനെയാണെങ്കിൽ കോടതി എന്ത് ചെയ്തിട്ടില്ലല്ലോ, കോടതിയിൽ ചോദ്യം ചെയ്തില്ലേ? അല്ല, സെൻകുമാറിനെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. സാറേ, ചോദ്യം ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ചില നിയമ നടപടികളുണ്ട്, അത് സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. നടപടികൾക്ക് ചില എക്സെപ്ഷൻസും ഉണ്ട്. അയാൾ ഓടിക്കളയും, അയാൾ പൊയ്ക്കളയും എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഒരു പോലീസ് ഉദ്യോഗസ്ഥന് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അറസ്റ്റ് വാറന്റ് ഇല്ലാതെയും പരിശോധിക്കാം, അറസ്റ്റ് ചെയ്യാം. മനസ്സിലായി? MLA ആണെന്ന് പറഞ്ഞെന്താ? ക്രിമിനൽ ഒഫൻസിൽ എങ്ങനെയാണ് MLA-ക്ക് എന്തെങ്കിലും പ്രത്യേകത ഉള്ളത്? എനിക്ക് മനസ്സിലായില്ലേ? MLA ആണെങ്കിലും മന്ത്രിയാണെങ്കിലും നാളെ ഈ പറയുന്ന പോലെ ഏത് വലിയ പോസ്റ്റിലാണെങ്കിലും ക്രിമിനൽ ഒഫൻസ് ചെയ്താൽ, അത് പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയെ, മൂന്നാമത്തെ പെൺകുട്ടിയെ കൂടി റേപ്പ് ചെയ്താൽ, ഇത് കലാപരിപാടിയാക്കി മാറ്റിയ, കൃഷിയാക്കി മാറ്റിയ ഒരാളാണെങ്കിൽ പോലീസ് നടപടി എടുക്കും. കാര്യത്തിൽ സംശയമില്ല. അത് താങ്കൾ പറയുന്നത് എന്നെ വേദനിപ്പിക്കുന്നില്ല. അതായത് കുറച്ച് ദിവസമെങ്കിലും രാഹുലിനെ ഒന്ന് ജയിലിൽ ഇടുക, അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് അങ്ങ് പൊക്കി. കുറച്ച് ദിവസം രാഹുലിനെ ജയിലിൽ ഇടണമായിരുന്നുവെങ്കിൽ ഏറ്റവും ആദ്യത്തെ പരാതി വന്നപ്പോൾ തന്നെ പൊക്കി ജയിലിൽ ഇടാൻ പാടില്ല. താങ്കൾ ഈ അറസ്റ്റിനെ താങ്കൾ അപ്പം വളരെ നിഷ്കളങ്കമായിട്ടാണ് കാണുന്നത്. ഈ അറസ്റ്റിനെ, രാഹുലിനെ അറസ്റ്റ് ചെയ്തത് ഇതിൽ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രേരിതവും ഇല്ലാതെ സ്ത്രീയെ ഉപദ്രവിച്ച ഒരു നെറികെട്ടവനെ വല്ലാണ്ട് വേദനിക്കുന്ന സർക്കാർ പിടിച്ച് അറസ്റ്റ് ചെയ്തു. അതാണ് സർക്കാരിന് വേദനിക്കുന്നുണ്ടോ ഇല്ലെന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം സ്ത്രീയാണല്ലോ, ഒരു ദിവസം തന്നെ ആയിരക്കണക്കിന് അറസ്റ്റുകൾ നടക്കുന്ന, ഇത്രയും ആളുകളെ പീഡിപ്പിച്ച ഒരാളാണല്ലോ. അല്ല, എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്, ഗൗതം കൃഷ്ണക്ക് നിന്ന് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് പറയണമെങ്കിൽ അത് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം എന്റെ വർത്താനം കേൾക്കാന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ, അല്ലെങ്കിൽ താങ്കളുടെ മറ്റേ താങ്കളുടെ ഡയലോഗ് അടിച്ചിട്ട് എന്ത് ചെയ്യും, നിർത്തും. അല്ല, ഞാൻ ശുഭിതനാവും. കാരണം എന്താ പറയാ, ഞാൻ ഒരു വാക്ക് എന്ന് പറയുമ്പോൾ തന്നെ താങ്കൾ എന്റെ വായിൽ കസേരയിട്ടിരിക്കുകയാണ്. എന്റെ കാര്യം എന്താ വെച്ചാൽ, ഇതിലിപ്പോ സെൻകുമാർ വന്നിട്ട് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴത്തേക്കും വേറൊരു പൊങ്കു വന്നിട്ട് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കണ്ടിട്ട് സങ്കടം തോന്നി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അധികാരമുള്ളവനും അതുപോലെ കാശുള്ളവനും പണമുള്ളവനും ഒക്കെ കിടക്കുമ്പോഴല്ലേ ഇവർക്ക് ഈ വിഷമമൊക്കെ തോന്നുന്നുള്ളൂ. അല്ലാതെ ഏതെങ്കിലും സാധാരണക്കാരൻ, ഞാൻ താങ്കളോട് തിരിച്ചു വയ്ക്കുന്നു, ഈ നാട്ടിൽ ഒരു സ്ത്രീയെ പോക്സോ കേസിൽ ഉൾപ്പെട്ട് ആ പരാതിക്കാരിയെ 14 ദിവസം പിടിച്ച് ജയിലിലിട്ടല്ലോ. 1 ലക്ഷം രൂപ SHO കൈക്കൂലി കൊടുത്തിട്ടാണെന്ന് കണ്ടെത്തിയല്ലോ. ഒരു സ്വന്തം മകനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ പേരിലാണ് ഒരു പെൺകുട്ടി, ഒരു സ്ത്രീയെ പിടിച്ച് എന്ത് ചെയ്ത് അകത്തിട്ടതും ഏറ്റവും ഒടുവിൽ അത് ഈ പറഞ്ഞ പോലെ ആ പെൺകുട്ടിയുടെ ഭർത്താവുമായിട്ട് മുൻ ഭർത്താവ് കൊണ്ടുവന്ന് കൈക്കൂലി കൊടുത്തതിന്റെ പേരിലാണെന്ന് കണ്ടെത്തിയത്. ഈ പറയുന്ന ആളുകളൊക്കെ അന്നേരം ഇവിടെ പോയിച്ച് എന്താ മിണ്ടാത്ത? എന്താ താങ്കൾ പറയുന്നത് എന്താണ്? MLA ആയതുകൊണ്ട് മാത്രമാണ് ഇത് സംസാരിക്കുന്നത്. MLA ആയതുകൊണ്ടല്ല, അധികാരസ്ഥാനം. ഞാൻ പറയണ വാക്ക്, അതെ, അധികാരസ്ഥാനം. മിസ്റ്റർ ഗൗതം കൃഷ്ണ, താങ്കൾ പണിയെടുത്ത് മാറ്റിയിട്ട് താങ്കൾ ആദ്യം ഞാൻ പറയുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചു. താങ്കൾ കഴിഞ്ഞ ചാനൽ താങ്കൾ പറഞ്ഞത് അധികാരത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക പ്രിവിലേജ് കിട്ടുന്നു. അധികാരവും പണവും ഉള്ളവനും ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നു, പ്രത്യേക പ്രിവിലേജ് കിട്ടുന്നു. അവരുടെ അറസ്റ്റിനെ കുറിച്ച് ആളുകൾ ചർച്ച ചെയ്യുന്നു. എന്തേ ഇവിടെ കസ്റ്റഡി ഭരണങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഈ വരാപ്പുഴയിൽ ഈ വൈറ്റ്ല ജംഗ്ഷനിൽ നിയമിക്കുന്ന ഒരുത്തന്റെ ചേട്ടനെ എന്ത് ചെയ്തു, ആള് മാറി കസ്റ്റഡിയിലെടുത്ത് എന്ത് ചെയ്തില്ലേ, ഒരു പോലീസുകാർ ഇടിച്ച് കൊന്നുകളഞ്ഞില്ലേ സുഹൃത്തെ? അന്നേരം ഈ DGP യും IG ഒക്കെ എവിടെ ആയിരുന്നു? അപ്പൊ അന്നേരം ഒന്നും ഇവർക്കില്ല. ഇവർക്ക് ദിലീപ് വെറും തറയിൽ കിടക്കുന്നത് കാണുമ്പോൾ സങ്കടം വരും. ഇവർക്ക് ഇതുപോലെയുള്ള കാര്യം വരും. അവരെ കുറിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു, അവര് പറഞ്ഞിട്ടുള്ള പൊട്ടത്തരം പറയുമ്പോൾ താങ്കൾ ഉടനെ തന്നെ അവർ IAS കാരാണ്, IPS കാരാണ്, അത് മിണ്ടരുത്, അത് മിണ്ടരുത്. രണ്ടാമത്തെ അതിജീവിത എനിക്ക് പരാതിയില്ല എന്ന് പിന്മാറിയിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ അതിജീവിത മാറുമല്ലോ, മാറും. ഈ നാട്ടിൽ അതിലെന്താ താങ്കൾക്ക് സന്തോഷമുണ്ടാവും? അല്ല, എനിക്ക് സന്തോഷിക്കാനല്ല. ഞാൻ ഈ ഒരു അതിജീവിത ഒരു പരാതിയിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടെങ്കിൽ, നിരവധി കേസുകൾ, ഐസ്ക്രീം പാർലർ പെൺവേഴപ്പ് കേസുകളിൽ ആളുകൾ പിന്മാറി. അതേപോലെ തന്നെ ഏറ്റവും ഒടുവിൽ ശിക്ഷിക്കപ്പെട്ടൊരു കേസുണ്ട്. ആ കേസിൽ റോബിൻ അച്ഛൻ്റെ എതിരെ പരാതി കൊടുത്തിട്ടുള്ള പെൺകുട്ടിയുടെ അമ്മ, പെൺകുട്ടിയുടെ അച്ഛൻ,
പെൺകുട്ടി, ഇവരെല്ലാവരും എന്ത് ചെയ്തു? കൂറുമാറി. അങ്ങനെ കൂറുമാറുന്ന ഒരു രാജ്യത്തിരുന്ന് ഒരു പെൺകുട്ടി പിന്മാറും. ഗൗതത്തിനെ പോലെയുള്ള ആളുകൾ നിരന്തരമായി പണിയെടുക്കുന്നതുകൊണ്ട് മിക്കവാറും ഇനി എല്ലാ പെൺകുട്ടികളും എന്ത് ചെയ്യും? പിന്മാറും. അത്രേ ഉള്ളു കാര്യം. ഇതിലിപ്പോ എന്താണ് അദ്ദേഹം ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. ഈ TP സെൻകുമാർ വൈദ്യ പരിശോധന നടത്താതെ 24 പരാതി ലഭിച്ച് 24 മണിക്കൂറിനുള്ളിൽ വൈദ്യ പരിശോധന നടത്തണം, അത് നടത്തിയിട്ടില്ല. എങ്ങനെയാണ് വകുപ്പ് 47(1) പ്രകാരം അറസ്റ്റിന്റെ കാരണങ്ങൾ അറിയിക്കാൻ കഴിയുക? എങ്ങനെയാണ് 187(1) പ്രകാരം കോടതിക്ക് റിമാൻഡ് ചെയ്യാൻ കഴിയുക? ഇങ്ങനെയുള്ള ഒട്ടനവധി നിയമപരമായിട്ടുള്ള കാരണങ്ങൾ അത് പാലിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ അതൊന്നും പാലിക്കാതെ ഒരു അന്താരാഷ്ട്ര ഭീകരനെ രാത്രി 12:30 പാലക്കാട്ടെ ഒരു സ്വകാര്യ ഹോട്ടലിൽ ചെന്ന് ഒന്ന് പിടിക്കുകയാണ് പോലീസ്. അല്ല, അതുകൊണ്ടാണ് ചോദിച്ചത് സാറേ, നമ്മളെ നാട്ടില് എന്താണ് നിയമം പാലിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമില്ല. അപ്പൊ അത് താങ്കൾ പറയുന്നത് അത് വേണ്ടെന്നാണോ? അല്ല, ഞാൻ ചോദിച്ച മറ്റേ ചോദ്യത്തിന് താങ്കളൊന്ന് മറുപടി പറ. ഒരു സ്ത്രീ ആ പെൺകുട്ടിയുടെ മകനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പോക്സോ കേസിൽ ഈ ജയിലിൽ കിടന്നല്ലോ കേരളത്തില് എന്താ ഈ സെൻകുമാർ എന്തെങ്കിലും പറഞ്ഞോ? ശ്രീലേഖ എന്തെങ്കിലും പറഞ്ഞോ? പോട്ടെ, ഗൗതം കൃഷ്ണ എന്തെങ്കിലും പറഞ്ഞു? എന്താ വാതുറക്കാത്ത? താങ്കൾ പറയുന്നത് മിഠായി കഴിക്കണം. അല്ല, ഞാൻ പറയുന്നത് നിയമപരമായിട്ട് ഇതിന് മറുപടി ആയിരിക്കണം കാര്യം. എനിക്ക് മറ്റേ താങ്കളുടെ സിസ്റ്റം പറയല്ലേ, താങ്കൾ ഐഡിയോളജി പറയല്ലേ, താങ്കൾ താത്വികമായിട്ടുള്ള കാര്യം ഐഡിയോളജിയാ പറഞ്ഞത്. ഞാനൊരു നിയമം പാലിക്കണ്ടേ? നിയമം പാലിച്ചാണ് സുഹൃത്തെ ആ സ്ത്രീയെ ചെയ്യേണ്ടതാണ്. അല്ല, ജയിലിട്ട് എന്റെ ചോദ്യം അതും തെറ്റാണ്. അപ്പൊ ഇവിടെ ആ തെറ്റ് ഒരു മിനിറ്റ് അതിൽ തെറ്റാണ്. ഞാൻ ചോദിച്ച ചോദ്യമല്ല, നിയമം പാലിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ DIG ശ്രീലേഖയും മുൻ DGP ആയിരുന്ന സെൻകുമാറും അതിലെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. താങ്കൾ നേരത്തെ പറഞ്ഞ പ്രതികരണം തന്നെ എനിക്കതിൽ പറയുന്നത്. എല്ലാ വിഷയത്തിലും പ്രതികരിക്കണം എന്നുണ്ടോ? എല്ലാ വിഷയത്തിലും പറഞ്ഞിട്ടുണ്ടോ? അല്ല, എല്ലാ വിഷയത്തിലും പ്രതികരിച്ചിട്ടുണ്ടോ? ഞാൻ എല്ലാ വിഷയത്തിലും പ്രതികരിക്കാൻ തോന്നിയിട്ടില്ല. ഒന്ന് രണ്ടാമത്തത്, വരാപ്പുഴയിൽ ഉണ്ടായിട്ടുള്ള കസ്റ്റോഡിയൽ ഡെത്ത് അതിലവർ പ്രതികരിച്ചോ? പ്രതികരിക്കാൻ തോന്നിയിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വിഷയത്തിലും എല്ലാവർക്കും പ്രതികരിക്കാൻ ഞാൻ സമ്മതിച്ചു. ഞാൻ ചോദിക്കണം, അതിലവർ പ്രതികരിച്ചിട്ടില്ല. പോട്ടെ, ഇയാൾ താമസിക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള തിരുവനന്തപുരത്ത് ശരിക്കും പറഞ്ഞ ഒരു വീട്ടമ്മയെ വിളിച്ച് യഥാർത്ഥത്തിൽ അവർ മാല കളവ് പോയി എന്ന് പറഞ്ഞ് ഏതാണ്ട് 16 മണിക്കൂറോളം അവരെ സ്റ്റേഷനിലിരുത്തി ബുദ്ധിമുട്ടിച്ചു. പ്രതികരിച്ചോ? ഇവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കണ്ടോ? പിണറായി വിജയനെതിരെ പ്രതികരിച്ച് പറഞ്ഞിട്ടുണ്ടോ? എന്താ വാതുറക്കാത്ത? എന്താ ഉണ്ടോ ഇല്ലെന്നോ? അപ്പൊ നിങ്ങൾ അതുകൊണ്ട് ഇതിന് പ്രതികരിക്കേണ്ടെന്നാണോ? ഏതാ അല്ലാതെ അത് താങ്കൾ പറഞ്ഞു വരുന്നത് ഇതാണ്, നിങ്ങൾ ഇതിലൊന്നും പ്രതികരിച്ചിട്ടില്ല. ഇതിന് നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് ചില വെസ്റ്റഡ് ഇൻട്രസ്റ്റുകൾ ഉള്ളതുകൊണ്ട് നിങ്ങൾ വന്ന് പ്രതികരിക്കുന്നു, അതിലും തെറ്റില്ല. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? താങ്കൾ തന്നെ ഇപ്പോൾ ഒരു വാചകം പറഞ്ഞു, അത് താങ്കളുടെ ഉള്ളിലുള്ള വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആണ്, നമുക്ക് താല്പര്യമാണ്. അതെന്താന്ന് പറഞ്ഞുതരാം. അന്താരാഷ്ട്ര ഭീകരനെ പിടിക്കുന്നത് പോലെ എന്ത് ചെയ്തു? 12:30 ഒന്ന് പിടിച്ചു. ഏത് അന്താരാഷ്ട്ര ഭീകരനാണ് കേരള പോലീസ് 12:30 പിടിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു? ഈ വീഡിയോ കട്ട് ചെയ്യരുത്. ഈ വീഡിയോ അങ്ങനെ അല്ല. ഞാൻ ചോദിക്കുന്നത് പറഞ്ഞിട്ടെ, അന്താരാഷ്ട്ര ഭീകരൻ എന്ന് പറയുന്ന ആലങ്കാരികമായിട്ടുള്ള പ്രയോഗം ഉപയോഗിക്കാനുള്ള കാരണം ഇവരെന്തോ വലിയ കൊടും പീഡകനാണ്, ചെറിയൊരു പീഡ് എന്നുള്ള 3 പേരെ പറ്റിച്ചിട്ടുള്ളത്. എല്ലാവരുമായിട്ടും ഇയാൾക്ക് കൺസെന്റ് ഉണ്ടായിരുന്നു. എല്ലാവരുമായിരിക്കും. അപ്പൊ അതിനെയാണോ താങ്കൾ റേപ്പ്? നല്ല മനുഷ്യനാണ് ഗോവിന്ദച്ചാമി ആ പെൺകുട്ടി ഉപദ്രവിക്കുന്നത് ട്രെയിനിൽ നിന്ന് പിടിച്ചു തള്ളി ഏതോ ഒരു ഇരുടിന്റെ മറവിൽ ഈ റെയിൽവേ ട്രാക്കിൽ ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അവിടെ പോലും മനസ്സിലായില്ലേ? അങ്ങനെ ഒരു കാര്യം, അവിടെ ഒരു ആക്രമണമാണുള്ളത്. ആയിട്ടൊന്നും പരിഗണിക്കില്ല സാറേ. ഈ പെൺകുട്ടി ഒരു ഹോട്ടൽ മുറിയിലേക്ക് എത്തുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അവള് വണ്ടിയിൽ വരുന്നു, ഹോട്ടലിലേക്ക് റിസപ്ഷനിൽ എത്തുന്നു, സ്റ്റെപ്പ് കയറി റൂമിലേക്ക് എത്തുന്നു. ഇതൊക്കെ വില്ലിംഗ് ആയിട്ടാണ് എത്തുന്നത്. ഇതൊക്കെ ഒരുമിച്ച് റൂം വരെ എത്തുന്നത്. ആരും കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവരുന്നില്ല. കഴിഞ്ഞു. അതും വിവാഹിതയായ അപ്പൊ എനിക്ക് ഇനി പറയാനുള്ളൊരു കാര്യം, എനിക്കിനി ഈ സമൂഹത്തോട് പറയാനുള്ള ഒരു കാര്യം, ഗൗതം കൃഷ്ണയോടൊപ്പം ഒരു പെൺകുട്ടി ഒരു ഹോട്ടലിലേക്ക് വരികയോ ഒരു റൂമിലേക്ക് വരികയോ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യരുത്. കാരണം നിങ്ങൾ അതെല്ലാം ഒരു ലൈസൻസ് ആയിട്ടാണല്ലോ എടുക്കുന്നത് റേപ്പ് ചെയ്യാൻ. എന്റെ ഗൗതം കൃഷ്ണ
എൻ്റെ ഒപ്പം പറഞ്ഞ 10 തീരട്ടെ, എൻ്റെ ഒപ്പം പല ആളുകളും ഇതുപോലെ ഓഫീസ് പർപ്പസിൻ്റെ ഭാഗമായി എൻ്റെ കൂടെ സഞ്ചരിക്കാറുണ്ട്, എൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്, എൻ്റെ റൂമിൻ്റെ അപ്പുറത്തുള്ള റൂമിൽ താമസിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഈ പറയുന്ന പോലെ അവർ കൂടെ സ്വമേധയാ വന്നതാണ്. അതുകൊണ്ട് അവരെല്ലാം ഈ പറയുന്ന പോലെ റെഡി ഫോർ സെക്സ് ആണെന്ന് വിചാരിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന ഒരാളെ താങ്കൾ ഇരുന്ന് സ്വയം ന്യായീകരിക്കൂ, എന്നെ വെറുതെ വിടൂ, ഞാൻ എന്നെ എന്താണ് ഈ മൈക്ക് പറ്റൂല. കാരണം താങ്കളെ പോലുള്ള ക്രിമിനലുകൾക്കും ആ ക്രിമിനലുകൾക്കും ഒത്താശപ്പെടുന്നവർക്ക് പറ്റില്ല. നിഷ്കളങ്കമായിട്ട് കാരണം പറ്റില്ല സാർ. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മൂന്നാമത്തെ അതിജീവിത കാനഡ സ്വദേശി അവര് പാലക്കാട് ഒരു മുറിയില് അവര് തന്നെ ബുക്ക് ചെയ്യുന്നു, രാഹുലിനെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു. പിന്നീട് ഈ സംഭവം ഏപ്രിലാണ് നടന്നത്. ഇയാള് സമ്മതിക്കുന്നു, രാഹുൽ ഞാൻ വീണ്ടും ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് ഞാൻ രാഹുലിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ്. അത് തെറ്റാണ്. സാറും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അത് തെറ്റാണ്. ഞാൻ രാഹുലിനെ പിന്തുണയ്ക്കുന്നില്ല, രാഹുലിനെ ഞാൻ പിന്തുണയ്ക്കുന്നില്ല. അതാണ് ശരി. ഒരു പൊതുപ്രവർത്തകൻ രാഹുലിനെ മാത്രമല്ല, താങ്കൾ ഗോവിന്ദ് രാഹുലിനെയും എല്ലാരെയും പിന്തുണയ്ക്കും, കുഴപ്പമില്ല. ബാക്കി പറഞ്ഞോ. അല്ല, എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാർ എനിക്കത് വിഷമമുണ്ട്. വിഷമമുണ്ടായിക്കോട്ടെ, കാരണം എനിക്കതിൽ വിഷമമുണ്ട്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷമമുണ്ട് ജയിലിൽ കിടക്കുന്നതിൽ. പക്ഷെ എന്താ വെച്ചാൽ അവരനുഭവിക്കണം. കാരണം ഒരു MLA എന്നുള്ള രീതിയിൽ ഒരു പൊതുപ്രവർത്തകന് ചേർന്ന ഒരു ധാർമ്മികതക്കനുസരിച്ചിട്ട് രാഹുല് പെരുമാറിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അശ്വത്ഥമായ നാന എന്ന് പറയുന്ന പോലെ അശ്വത്ഥമായ നാന. സാറേ ഞാനിവിടെ പറയുന്നത് സാറേ ഇവിടെ എനിക്ക് പറയേണ്ട ഒരു കാര്യം ഞാൻ സാറ് പറഞ്ഞോ, എടുത്തോ സാർ പറയെടുത്തോ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിലിൽ നടന്ന ഈ സംഭവം ദേഹത്ത് ഉപദ്രവിച്ചു, തുപ്പി. പിന്നീട് എന്തിനാണ് സാർ ഇവർ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ 10,000 രൂപ ചോദിക്കുമ്പം എന്താണ് അക്കൗണ്ടിൽ ഈ പൈസ ഇട്ട് കൊടുക്കുന്നു ചെരുപ്പ് വാങ്ങാനായിട്ട്? അയാൾക്ക് ഫ്ലാറ്റ് പോലും ഈ ദേഹത്ത് തുപ്പിയ ശരീരത്തിൽ ഉപദ്രവിച്ച് ഈ സ്ത്രീ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് വളരെ നിഷ്കളങ്കമായിട്ട് കാണാൻ പറ്റും ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഗൗതത്തിന് ഇന്നലെ മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് മനസ്സിലാകാത്തതായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും പറയുന്നു, ഒരിക്കൽ കൂടി ഞാനത് ശ്രമിച്ചു നോക്കുന്നു. മനസ്സിലാക്കാൻ ഒരു സാധ്യതയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളുടെ ഈ പറയുന്ന പോലെ എന്താണ് അച്ചാരം വാങ്ങി കൈപ്പറ്റിയതുകൊണ്ട് അതിന് സാധ്യതയില്ല. പക്ഷേ എങ്കിലും ഞാനത് ശ്രമിക്കാം, അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ചോദിക്കുന്നത് വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ്. താങ്കൾ പറഞ്ഞതിൽ ഒരു ദുസ്സൂചന ഉണ്ട്. അതെന്താ വെച്ചാൽ ഒരു പെൺകുട്ടി റൂം എടുത്തിരിക്കുന്നു. ആ റൂം എടുത്തിരുന്ന് പെൺകുട്ടി എന്ത് ചെയ്യുന്നു, ഗൗതം കൃഷ്ണയെ വിളിച്ച് അകത്തേക്ക് കയറ്റുന്നു, അല്ലെങ്കിൽ രതീഷ് ചക്രപാണിയെ വിളിച്ച് അകത്തേക്ക് കയറ്റുന്നു. അപ്പൊ അങ്ങനെ ചെയ്താൽ അത് നമുക്ക് എന്ത് ചെയ്യാം, മറ്റേ ഇത് ചെയ്യാനുള്ള ലൈസൻസ് ആണ്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു. താങ്കൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ പെൺകുട്ടിയായിട്ട് എനിക്ക് എന്ത് റിലേഷൻഷിപ്പ് ആണ് ഉള്ളത്? നമ്മൾ അതിനു മുമ്പ് ഹോട്ടൽ മുറിയിൽ റൂം എടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ സംസാരിച്ചു? ആ ഹോട്ടൽ മുറിയിൽ നിന്ന് നമുക്ക് ലൈംഗികപരമായിട്ട് ബന്ധപ്പെടാം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ ഭാഗമാണ്. അതായത് എനിക്ക് ഈ കച്ചറ വർത്താനത്തിന് രണ്ടേ കാര്യങ്ങളുള്ളൂ. ആ രണ്ട് കാര്യങ്ങളിൽ ഒറ്റ കാര്യമുള്ളൂ. ഗൗതം കൃഷ്ണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്ലാരിറ്റി വരുത്തണ്ട. കാരണം എനിക്ക് ആവശ്യമില്ല, തെറ്റിദ്ധരിക്കണമെന്നില്ല. താങ്കൾ ഇതിന്റെ ഉസ്താദാണ്, അതുകൊണ്ടാണ് തെറ്റിദ്ധരിക്കുന്നത്. അല്ല, ഞാൻ പറയുന്നത് ആദ്യമേ തന്നെ സമൂഹത്തോട് പറയുന്നത് താങ്കൾ ഇനി ഒരു റൂമിലേക്ക് കയറി വരുമ്പോൾ ശ്രദ്ധിക്കണം. അത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം വ്യക്തിപരമായിട്ടാണ് ഞാൻ പറയണത്. അനാവശ്യമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ നടത്തുന്നത് സാർ. ഏതാ അനാവശ്യമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ? അനാവശ്യമായിട്ടല്ലോ, ഇത് ആവശ്യമായിട്ടുള്ള വ്യാഖ്യാനം. സാർ ഞാൻ അതിലൊരു ക്ലാരിറ്റി വരുത്തിക്കോട്ടെ, എന്നിട്ട് സാറ് തുറന്നോളൂ. അതായത് ഒരു പെൺകുട്ടിയെ ഞാൻ ആ പെൺകുട്ടിയെ എങ്ങനെ കാണുന്നു, ആ പെൺകുട്ടി എന്നെ എങ്ങനെ കാണുന്നു എന്നതനുസരിച്ചിരിക്കും താങ്കൾ പറഞ്ഞ പോലെ. അല്ലാണ്ട് ഒരു റൂമിൽ വിളിച്ചു വരുത്തുന്ന പെൺകുട്ടി എല്ലാവരുമായിട്ടും സെക്സ് ചെയ്യാമെന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അവർക്കിടയിൽ എന്താണ് റിലേഷൻഷിപ്പ്? അവർ ഈ റൂം എടുക്കുന്നതിന് മുമ്പ് സെക്സ് ചെയ്യാം അല്ലെങ്കിൽ ലൈംഗികമായിട്ട് നമുക്ക് ബന്ധപ്പെടാം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ മാറ്ററാണ് ഇവിടെ. എൻ്റെ പൊന്ന ശ്രീ, താങ്കൾ ക്ഷമയോടുകൂടി ഒരു 2 മിനിറ്റ് ഒന്ന് കേൾക്കണം. അത് താങ്കൾക്ക് നന്നാവും എന്നുള്ള പ്രതീക്ഷ കൊണ്ടല്ല, കേൾക്കുന്ന ആളുകൾ എന്നെ തെറ്റിദ്ധരിക്കും എന്നുള്ള എന്റെ വ്യാകുലതകൾ കൊണ്ടാണ്. അതുകൊണ്ട് അത് ഒന്ന് കേൾക്കണം, മനസ്സിലായി? അതില്ലെങ്കിൽ ഞാൻ ഈ പണി നിർത്താം. ആദ്യത്തെ കാര്യം, ഒരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നമുണ്ടായി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പായി നിൽക്കുന്ന ആളുകളുടെ അടുത്തോട്ട് സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും ഈ പറയുന്ന പോലെ ലൈംഗികപരമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനും വേണ്ടി മാത്രം സമീപിക്കുന്ന ഒരുത്തനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളത് ഇതിനകം തെളിഞ്ഞു കഴിഞ്ഞോ? അത് സമ്മതിക്കുന്നുണ്ടോ? അത് സമ്മതിക്കുന്നു. അയാളുടെ സെക്ഷൽ ഡ്രൈവ് പൂർത്തീകരിക്കണം. അല്ല, അയാൾക്ക് ഞാൻ സമ്മതിക്കുന്നു, താങ്കൾ പറഞ്ഞത് ഞാൻ പരിപൂർണമായി യോജിക്കുന്നു. എന്റെ ചോദ്യം വളരെ സിമ്പിളാണ്. ഇതൊന്നും മനസ്സിലാക്കാത്ത രാഹുലിന് തന്നോട് എന്താണ് സെക്ഷലി ഒരു താല്പര്യമുണ്ട് എന്നൊന്നും മനസ്സിലാക്കിയിട്ടില്ലാത്ത അതിജീവിതകളാണോ ഈ 1, 2, 3 എന്ന് പറയുന്ന അതിജീവിതകൾ? അത് മാത്രമാണ് എന്റെ ചോദ്യം. ഉത്തരം പറയാം. എന്റെ വായി കയറി കസേരയിട്ടിരിക്കരുത്. പറഞ്ഞോളൂ. എന്റെ ആരാണെങ്കിലും ഞാനത് സമ്മതിക്കും. ഏത് ഇനിയിപ്പോ മറ്റേ ഇതിയമീനാണെങ്കിലും മറ്റേ
ഈ ആരാണെങ്കിലും ഞാൻ സമ്മതിക്കില്ല. പറഞ്ഞോ. അതുകൊണ്ട് താങ്കൾ എന്നെ കേൾക്കണം. ഒന്ന്, ഈ പെൺകുട്ടികൾ ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് സമ്മതിച്ചിട്ടുണ്ടാകാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ബാക്കി കൂടി കേൾക്കണം. പക്ഷെ അവരത് സമ്മതിക്കുമ്പോഴും ഇയാൾ എന്നെ മാത്രമാണ് പ്രണയിക്കുന്നത്, എന്നോടൊപ്പം ഒരുമിച്ചൊരു ജീവിതം കിട്ടാൻ പോവുകയാണ് എന്നുള്ള ധാരണയിൽ സെക്സിൽ ഏർപ്പെടുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? പറ്റില്ല. അപ്പൊ ആ ഒരു കാര്യമാണ് ഈ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നാണ്, ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാകാം എന്നാണ് സാമാന്യ ബോധമുള്ള ഒരാൾക്ക് മനസ്സിലാവുന്നത്. കാരണം ആ പെൺകുട്ടി ഓക്കെ, ഞാൻ കാനഡയിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ അയർലൻഡിൽ നിൽക്കുകയാണ്, ഞാൻ ഈ പറഞ്ഞ പോലെ സാൻ ഫ്രാൻസിസ്കോയ്ക്കാണ്, എനിക്ക് ഈ പറഞ്ഞ പോലെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഇവിടം വരെ ഒന്നും വരേണ്ട ആവശ്യമില്ല, സെക്സിന് വേണ്ടി മാത്രം. പക്ഷേ ഒരു ഇമോഷണലായ അതുപോലെ വൈകാരികമായിട്ടുള്ള ഒരു സ്നേഹവും ആ സ്നേഹഭസണമായ പെരുമാറ്റവും എല്ലാം കൊണ്ട് തമ്മിൽ തോന്നിയ ഒരു ഇഷ്ടവും സ്നേഹവും എല്ലാം കൊണ്ട് താങ്കൾ പറഞ്ഞ ലെവലിലേക്ക് എത്തിയതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെയും പറഞ്ഞത്, അങ്ങനെ ഒരാൾ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് എത്തിപ്പെട്ടാൽ പോലും അയാളെ നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. അത് താങ്കൾ സമ്മതിക്കണ്ടല്ലോ. അതാണ് ഈ പറയുന്ന പോലെ താങ്കൾ സൂചിപ്പിക്കുന്ന അതിജീവിതകളോ ആരെങ്കിലും ചെയ്തിട്ടുണ്ടാകാൻ സാധ്യതയുള്ളത്. പക്ഷെ ഇപ്പുറത്തെ സൈഡ് എന്താ? അതിനെ നമ്മൾ തെറ്റ് കണ്ടുപിടിക്കുകയാണ്. അവര് ഒരുമിച്ച് ജീവിക്കാമെന്നും ഇവർ ഈ പറഞ്ഞ കുട്ടി ഉണ്ടാക്കാമെന്നും അതെന്താണ് ഞാൻ 3 കുട്ടികൾ വേണമെന്നും ഒരെണ്ണം പോരെന്നും ഒക്കെ പറയുമ്പോൾ അവർ യഥാർത്ഥത്തിൽ അവരുടെ ഈ പറഞ്ഞ പോലെ ഒരു ഇമോഷണൽ വൾണറബിലിറ്റിയെ വളരെ വിദഗ്ധമായി ഇവൻ യൂസ് ചെയ്തു. അതിൽ ആ പെൺകുട്ടികൾ എന്ത് ചെയ്തു? ഇതെല്ലാം ശരിയാണെന്ന് വിശ്വസിച്ചു. അങ്ങനെയാണ് ഇതിന് തയ്യാറായിട്ടുള്ളത്. നിർത്ത് ഇനി വായിട്ടെടുക്കില്ലേ? അതാണ് ശരിയായിട്ടുള്ളത്. പക്ഷെ ഇപ്പുറത്തെ സൈഡ് എന്താ? ഇപ്പുറത്തെ സൈഡ് ഡേ 1 മുതൽ ഈ പറയുന്ന പോലെ ടെലഗ്രാമിൽ മെസ്സേജ് അയക്കുമ്പോൾ അത് 5 മിനിറ്റിനും ഡിലീറ്റ് ചെയ്യപ്പെടണമെന്നും ഇത് ഒരാളും കണ്ടുപിടിക്കരുതെന്നും ഒരു തരത്തിലുള്ള തെളിവും ഉണ്ടാകരുതെന്നും അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ പേരിൽ റൂം ബുക്ക് ചെയ്തെടുക്കണമെന്നും എല്ലാം വളരെ കൃത്യമായ ഡെലിബറേറ്റ് ആയിട്ടുള്ള ചതിക്കാനുള്ള ഇൻറ്റൻഷനോടുകൂടി ഒരാൾ ഇടപെടുന്നു. അത് ഇതിൽ ഏതാണ് തെറ്റ്? ചതിക്കാനുള്ള ഇൻറ്റൻഷനോടുകൂടി ഒരാൾ ഇടപെടുന്നു എന്നാണ് സാറ് പറയുന്നത്. ആ ചതിക്കാനുള്ള ഇൻറ്റൻഷൻ കണ്ടുപിടിക്കാനുള്ള വൈദഗ്ധ്യം ഈ പെൺകുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല. അവർ ഇയാളുടെ ട്രാപ്പിലേക്ക് വീണുപോയി എന്നുള്ളതാണ്.